യേശുവിന്റെ ജീവിതം കൗതുകകരവും ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു കഥയാണ്. ഒരു സംക്ഷിപ്ത അവലോകനം ഇതാ. ആദ്യകാല ജീവിതം. ജനനം. യേശുവിന്റെ അമ്മ മറിയ ഒരു കന്യകയായിരുന്നു. അവർ പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ ഗർഭം ധരിച്ചു. ഏകദേശം ബി. സിസ്റ്റർ 4 ബെത്ലഹേമിലെ ഒരു കന്നുകാലി തൊഴുത്തിൽ യേശു ജനിച്ചു. അങ്ങനെ മറിയയുടെയും യോസഫിന്റെയും പുത്രനായി വളർന്നു വന്നു. ബാല്യം. ഗലീലയിലെ ഒരു പട്ടണമായ നസ്രത്തിലാണ് യേശു വളർന്നത്. കുട്ടിക്കാലത്ത് തന്നെ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ജ്ഞാനത്തിനും അറിവിനും അദ്ദേഹം പേരുകേട്ടവനായിരുന്നു. ശുശ്രൂഷ. സ്നാനം. ജോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയതോടെയാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. ഉപദേശങ്ങളും അത്ഭുതങ്ങളും. യേശു ഗലീലയിലും യഹൂദയിലും സഞ്ചരിച്ച് സ്നേഹം, ക്ഷമ, ദൈവരാജ്യം എന്നിവയെക്കുറിച്ച് പഠിപ്പിച്ചു. രോഗികളെ സുഖപ്പെടുത്തൽ, മരിച്ചവരെ ഉയിർപ്പിക്കൽ, വെള്ളം വീഞ്ഞാക്കി മാറ്റൽ എന്നിവയുൾപ്പെടെ നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തു കാട്ടി. പീഡാനുഭവവും മരണവും. ലാസ്റ്റ് സപ്പർ. അവസാന അത്താഴം. യേശു തന്റെ ശിഷ്യന്മാരുമായി ഒരു അന്ത്യ അത്താഴം പങ്കിട്ടു. അത് അന്ത്യ അത്താഴം എന്നറിയപ്പെടുന്നു. അവിടെ അദ്ദേഹം തന്റെ വിശ്വാസവഞ്ചന പ്രവചിച്ചു. കുരിശുമരണം. റോമൻ ഗവർണർ പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും ക്രൂശിക്കുകയും ചെയ്തു. AD 30 അദ്ദേഹം ജെറുസലേമിൽ വച്ച് മരിച്ചു. പുനരുത്ഥാനവും സ്വർഗാരോഹണവും. പുനരുത്ഥാനം. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് യേശു കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം. പുനരുത്ഥാനത്തിന് 40 ദിവസങ്ങൾക്ക് ശേഷം യേശു സ്വർഗാരോഹണം ചെയ്തു.